കാണുന്നത് TP-Linkന്റെ ഒരു ജിഗാബിറ്റ് സ്വിച്ചാണ്, എതർനെറ്റ് നെറ്റ്വർക്കിംഗ് സ്വിച്ചാണ്, നെറ്റ്വർക്ക് സ്വിച്ചാണ്. അതായത് ഇതൊരു 16 പോർട്ടിൻ്റെ ജിഗാബിറ്റ് സ്വിച്ചാണ്. ഇത് നോർമലി ജിഗാബിറ്റ് 16 പോർട്ടിൻ്റെ മാത്രമല്ല 5 പോർട്ട് തുടങ്ങി മേളിലോട്ട് സ്വിച്ചുകളുണ്ട്. 5 പോർട്ട് ഉണ്ട്, 16 പോർട്ട് ഉണ്ട്, 24 പോർട്ട് ഉണ്ട്, 8 പോർട്ട് ഉണ്ട്. സോ ഈ ജിഗാബിറ്റ് സ്വിച്ചുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടാത്തവർക്കുള്ളതാണ്. അറിയാവുന്ന ടെക്നീഷ്യന്മാർക്കുള്ളതല്ല, എൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു വീഡിയോ ആണത്. സോ എന്താണ് ഈ ജിഗാബിറ്റ് സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് നോർമൽ സ്വിച്ചുകളിൽ ഇതുപോലുള്ള പോർട്ട്, അതായത് ഈ ലാൻഡ് പോർട്ടുകളിൽ നിന്നുള്ള ഔട്ട്, അതായത് നമ്മൾ ഡാറ്റ ട്രാൻസിഷൻ നടക്കുന്നത് മാക്സിമം വന്നിട്ട് നമുക്കൊരു 100 Mbps വരെ ആയിരിക്കും നമുക്കിതിൽ ഒരു ഡാറ്റ ട്രാൻസിഷൻ നടക്കുന്നത്. എന്നാൽ ഈ ജിഗാബിറ്റ് സ്വിച്ചുകൾ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതൊരു 1000 Mbps, അതായത് 1 Gbps അറൗണ്ട് അല്ല 1 Gbps വരെ നമുക്ക് സ്പീഡ് ഈ ഓരോരോ പോർട്ടിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് അത്രയും ഡേറ്റ ട്രാൻസിഷൻ ഇവിടെ നടക്കുന്നു. അപ്പോൾ ഈ കാണുന്നത് TP-Linkന്റെ ഒരു മോഡലാണ്, TL-SG1016D എന്ന് പറഞ്ഞൊരു മോഡലാണ് കാണുന്നത്. അപ്പോൾ TP-Link മാത്രമല്ല, D-Link ആയാലും ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ജിഗാബിറ്റ് സ്വിച്ചുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജിഗാബിറ്റ് സ്വിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് 1 Gbps വരെയുള്ള പ്ലാനുകൾ, അതായത് ഹൈ സ്പീഡ് പ്ലാനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ജിഗാബിറ്റ് സ്വിച്ചുകൾ വെക്കുമ്പോൾ, ഇപ്പോൾ ഈവൻ ക്യാമറ വർക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഹൈ റെസൊല്യൂഷനുള്ള 4K അല്ലെങ്കിൽ അതിൽ കൂടിയ ക്യാമറാസൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ ട്രാൻസിഷൻ സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ജിഗാബിറ്റ് സ്വിച്ചുകൾ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോർമൽ സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡേറ്റ ട്രാൻസിഷൻ അവിടെ നടക്കില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള ജിഗാബിറ്റ് സ്വിച്ച് തന്നെ ഉപയോഗിച്ച് മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് ശരിയാണ്, നമുക്ക് നോർമൽ സ്വിച്ചുകളെ അപേക്ഷിച്ച് ജിഗാബിറ്റ് സ്വിച്ചിന് റേറ്റ് കൂടുതലായിരിക്കും, അതായത് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു 1 Gbps പ്ലാൻ എടുത്തിട്ട് നമ്മളിവിടെ നോർമൽ സ്വിച്ച് നോക്കുന്നുണ്ട് കാര്യമില്ല. കാരണം വെച്ചാൽ 100 Mbps വരെ നമുക്ക് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ 1000 Mbps അല്ലെങ്കിൽ 1 Gbps 1000 Mbps ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 Gbps വരെ സപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാനും അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ട്രാൻസ്മിഷനുള്ള സ്ഥലത്ത് ഇതുപോലെ ജിഗാബിറ്റ് സ്വിച്ചുകൾ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സ്പീഡ് കിട്ടുന്നില്ല, നമുക്ക് 1 Gbps എടുത്തിട്ട് അത്രയും സ്പീഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്വിച്ചുകൾ നോർമൽ സ്വിച്ചുകളായിരിക്കും. ജിഗാബിറ്റ് സ്വിച്ചുകളെ കുറിച്ച് ചിലർക്കെങ്കിലും, അതായത് ബിഗിനേഴ്സിന് ആയിട്ട് വരുന്ന നെറ്റ്വർക്കിംഗ് CCTV രംഗത്ത് വരുന്ന ചിലർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയില്ല, ജിഗാബിറ്റ് സ്വിച്ചിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് ജിഗാബിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ജിഗാബിറ്റ് സ്വിച്ച് ആണ് വേണ്ടതെങ്കിൽ അത് തന്നെ ജിഗാബിറ്റ് സ്വിച്ച് തന്നെ ചൂസ് ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുക.